നമ്മുടെ ഭരണഘടനയെ വീണ്ടും വീണ്ടും വന്ദിക്കുക ലോകാരാധ്യവും സർവകാല പ്രസക്തവുമാണ് അതിൻ്റെ ഉള്ളടക്കം. പുതിയ പരീക്ഷണങ്ങളാണ് മൂന്നാം വട്ടം പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിയുടെ മുന്നിലുള്ളത്. സ്വതന്ത്രമായതിനു ശേഷം ജനാധിപത്യത്തിലും മതേതര സ്വഭാവത്തിലും പുലർന്ന ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നേതാക്കൾ നിരവധിയുണ്ട്. സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നൂറുകണക്കിന് രാഷ്ട്രതന്ത്രജ്ഞരും രാഷ്ട്രീയ തന്ത്രജ്ഞരും. കാലം ഓരോന്നിനെയും അതർഹിക്കുന്ന കള്ളികളിൽ പ്രതിഷ്ഠിക്കുന്നതും ചരിത്ര നിയോഗം. ഇന്ത്യൻ ജനതയുടെ ഹൃദയം കവർന്ന നേതാക്കൾ പകർന്നു നൽകാൻ ശ്രമിച്ചത് മറ്റൊരു രാജ്യത്തും കാണാത്ത രാഷ്ട്രീയ ദർശനമാണ്. ആ ദർശനത്തിന്റെ തുടർച്ചയാണ് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നതും. നരേന്ദ്രമോദി ജനങ്ങളുടെ ആ സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കുമോ എന്നതാണ് വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമായ ചോദ്യം. തൻ്റെ ഭൂതകാല രാഷ്ട്രീയ യാത്രയിലെ പിഴവുകൾ തിരുത്തി പുതിയൊരു ഭാഷയും സംസ്കാരവും ഉയർത്തിപ്പിടിക്കാൻ മോദി ശ്രമിക്കുമോ എന്നതും ഉചിതമായ ചോദ്യമാണ്. ഇന്ത്യൻ കർഷകരുടെ ഹൃദയത്തിനേറ്റ മുറിവും സൈനിക രംഗത്തെ ചില നടപടികളും പൗരത്വ ഭേദഗതി നിയമവും നോട്ട് നിരോധനവും തുടങ്ങിയ നടപടികളൊക്കെ വിമർശന വിധേയമായത് ആ നടപടികളിൽ ജനാധിപത്യത്തിന്റെ കാറ്റ് കടക്കാൻ അനുവദിക്കാതിരുന്നതുകൊണ്ടാണ്. 10 വർഷം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ പ്രതിച്ഛായ സൃഷ്ടിച്ചു എന്നത് നിഷേധിക്കാനാവുന്നതല്ല. അതേസമയം സ്വയം തിരുത്തുന്നതിനും പുതിയ ശരികൾ സൃഷ്ടിക്കുന്നതിനും കഴിയുമ്പോഴാണ് ഒരു നേതാവ് കാലാന്തര പ്രസക്തനാകുന്നത്. ഈ രാഷ്ട്രീയ പാഠം എവിടെയും പ്രസക്തവുമാണ്. ദീർഘമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഉടമയാണ് നരേന്ദ്രമോദി. താൻ വിശ്വസിക്കുന്ന തത്വസംഹിതയ്ക്ക് വേണ്ടി ജാഗ്രതയോടെ ഉണർന്നിരിക്കുന്ന ഒരാൾ. അത് മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ ഇന്ത്യൻ സംസ്കാരം, യഥാർത്ഥ ഭാരതീയ സംസ്കാരം എന്നിവയിലേക്ക് വളരാൻ അനുവദിക്കുമ്പോഴാണ് ആ ഉണർന്നിരിക്കുന്നത് അർത്ഥപൂർണമാവുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മങ്ങിയ വിജയം BJP തുടർന്നു വന്ന രാഷ്ട്രീയ നിലപാടുകൾക്കേറ്റ തിരിച്ചടിയാണ് ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തെ ഒരിക്കൽ കൂടി മൂർച്ചയുള്ളതാക്കിയ ചരിത്ര മുഹൂർത്തമായി ആ ഫലപ്രഖ്യാപന ദിവസം. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നരേന്ദ്രമോദിക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വപ്നം കാണാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുക. ശരിയിൽ നിന്നും തെറ്റിലേക്കും, തെറ്റിൽ നിന്നും ശരിയിലേക്കും, തെറ്റിൽ നിന്നും വീണ്ടും വീണ്ടും തെറ്റിലേക്കും സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളെ മഹാഭാരതവും രാമായണവും നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും വ്യത്യസ്ത വിധി നിയോഗങ്ങളും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, നരേന്ദ്രമോദിക്ക് ഭരണഘടനയിൽ തൊട്ട് നാം ആശംസകൾ അർപ്പിക്കുക.